ഹരി ഓം. SPYSS NYC മലയാളം നിത്യവും ഓൺലൈനായി നടത്തി വരുന്ന യോഗ ക്ലാസ്സിലേക്ക് എല്ലാ പ്രമുഖരെയും യോഗബന്ധുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആഞ്ജനേയ ഗണയുടെ സേവയാണ്. ഇന്ന് നവരാത്രി 7-ാം ദിവസം ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഐശ്വര്യപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നാരായണീയ സ്തുതി. ദേവി മഹാത്മ്യത്തിൽ 11-ാം അധ്യായമാണ് നാരായണീയ സ്തുതി. ശുംഭനിശുംഭന്മാരെന്ന രണ്ട് ദൈത്യന്മാരായ സഹോദരന്മാർ അവർ ബ്രഹ്മദേവനിൽ നിന്ന് തങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മരണം ഉണ്ടാവുകയാണെങ്കിൽ അത് ലോകത്തിലേക്ക് ഏറ്റവും ഉത്തമയായ ഒരു സ്ത്രീരത്നത്തിൻ്റെ കൈകളാലാവണമെന്നും അവർ തങ്ങൾ കാമിക്കുന്ന ഒരു സ്ത്രീ ആവണമെന്നുമുള്ള വരം വാങ്ങിക്കും. ഈ വരം ലഭിച്ചതിന് ശേഷം ഈ ശുംഭനിശുംഭന്മാരെന്ന രാക്ഷസന്മാർ വളരെ അഹങ്കാരികളായി തീരുകയും അവർ ദേവന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ സ്ഥാനമാനങ്ങളെല്ലാം തട്ടിയെടുത്ത് അവരെ ഭൂമിയിലേക്ക് അയക്കും. ദേവന്മാർ അവിടുന്ന് സ്ഥാനഭ്രഷ്ടരായി വേഷപ്രച്ഛന്നരായി മനുഷ്യരൂപം കൊണ്ട് മനുഷ്യവേഷത്തിൽ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് വർഷങ്ങളോളം ജീവിക്കും. അവർക്ക് ശുംഭനിശുംഭന്മാരെ അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് തോൽപ്പിക്കാനോ വധിക്കാനോ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദേവന്മാർ ദേവി സൂക്തം കൊണ്ട് ദേവിയെ സ്തുതിക്കുന്നു. അപ്പോൾ പാർവതി ദേവിയുടെ ശരീരത്തിൽ നിന്ന് ശരീരത്തിൻ്റെ കോശങ്ങളിൽ നിന്ന് ദേവി കൗശികി എന്ന രൂപത്തിൽ, കൗശികി എന്ന പേരിൽ അല്ലെങ്കിൽ അഥവാ ചണ്ഡിക എന്ന രണ്ട് പേരും ദേവിക്കുണ്ട്, ആവിർഭവിക്കുന്നു. ഹിമാലയത്തിൽ ദേവി ഇവരെ വധിക്കാനൊരവസരം പാർത്ത് കാത്തിരിക്കുന്നു. അതിനുശേഷം ശുംഭനിശുംഭന്മാരുടെ ഭൃത്യന്മാരായ ചണ്ഡമുണ്ടൻ എന്ന അസുരന്മാർ അവർ ഹിമാലയത്തിൽ ദേവിയെ കാണാനിടയാവുകയും ദേവിയുടെ സൗന്ദര്യം കണ്ട് ഇവർ വളരെ ആശ്ചര്യപ്പെട്ടു. ഇത്രയും ഭയങ്കര സൗന്ദര്യമുള്ളൊരു സ്ത്രീയോ? അപ്പം ദേവി ചണ്ഡിക ദേവിയുടെ സൗന്ദര്യം കണ്ടിട്ട് ഇവർ വിചാരിക്കുക ഇവരുടെ സ്വാമിക്ക് ഈ സ്ത്രീ എന്തുകൊണ്ട് യോഗ്യയാണ്, ഈ അവരുടെ സ്വാമിക്ക് ഭാര്യയായിട്ട് ഈ സ്ത്രീയെ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാം ലോകത്തുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയതുപോലെ ആവും. ഏതായാലും നമുക്ക് ഇത് ചെന്ന് ശുംഭനോട് പറയാമെന്നും പറഞ്ഞ് ഇവരെ ശുംഭനിശുംഭന്മാരോട് ചെന്ന് ഈ വിവരം പറയുന്നു. അങ്ങ് ഇതുവരെ ഞങ്ങൾ ഹിമാലയത്തിൽ വെച്ച് ഇതുപോലൊരു സ്ത്രീരത്നത്തെ കണ്ടു. ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീരത്നം, ഇത്രയും ഉത്തമയായ ഒരു സ്ത്രീരത്നത്തിന് ഇന്ന് വരെ ഭൂമിയിൽ ഉണ്ടായിട്ടുമില്ല, ഇനിയോട്ടുണ്ടാവാനും പോകുന്നില്ല. അപ്പം ഇത്രയും അമൂല്യമായ ഒരു ഇങ്ങനെയുള്ളൊരു സ്ത്രീരത്നത്തിനെ അങ്ങ് സ്വന്തമാക്കി ഭാര്യയാക്കി കിട്ടുകയെന്നുണ്ടെങ്കിൽ അങ്ങക്ക് ഈ ലോകത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും സ്വന്തമാകുമെന്ന് പറയും. ഇത് കേട്ട് ശുംഭനിൽ ഒരു കാമം വർദ്ധിക്കുകയും ശുംഭൻ തൻ്റെ ദൂതനായിട്ട് സുഗ്രീവനെ നീ ചെന്ന് ഇവരോട് ഒരുപാട് പുകഴ്ത്തിയൊക്കെ സംസാരിച്ച് ഇവളെ എങ്ങനെയെങ്കിലും തൻ്റെ വശത്താക്കണം, അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചായാലും പിടിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞോളൂ. ഒരുപാട് പുകഴ്ത്തിയൊക്കെ എന്നെക്കുറിച്ച് ചെന്ന് അവിടെ പറയണമെന്നൊക്കെ പറഞ്ഞു വിടും. അങ്ങനെ സുഗ്രീവൻ ഈ ദേവിയെ സമീപിക്കും. ദേവിയുടെ അടുത്ത് വന്ന് പറയും, നിങ്ങൾ ദേവി ഈ ശുംഭൻ്റെ ഭാര്യയാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും, അതുകൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയും. അപ്പം ദേവി പറയും, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല. ഞാനൊരു വ്രതം എടുത്തു പോയി എൻ്റെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഞാൻ വരിക്കുകയാണെങ്കിൽ അത് എന്നോട് യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിക്കുന്ന ഒരാളിന്, എൻ്റെ ഗർവം ശമിപ്പിക്കുന്ന ഒരാളിനെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ എന്നൊരു ശപഥം, ഒരു വ്രതം ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ അത് ചെന്ന് നിൻ്റെ സ്വാമിയോട് പറയാൻ പറയും. അപ്പം ഇത് കേൾക്കുന്നുണ്ട് സുഗ്രീവന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് പറയും, കേവലം ഒരു സ്ത്രീ, ഈ ശുംഭൻ എന്ന് പറയുന്ന എൻ്റെ സ്വാമിയാണെങ്കിൽ ദേവന്മാർ പോലും അദ്ദേഹത്തിന് നേരെ നിൽക്കത്തില്ല, എന്നിട്ട് ഇത്രയും അഹങ്കാരമായി ഇവൾക്ക്. അപ്പം മര്യാദയ്ക്ക് വന്നില്ലെന്നുണ്ടെങ്കിൽ തലമുടിക്ക് പിടിച്ച് വലിച്ച് ആയാലും ഞാൻ കൊണ്ടുപോകുമെന്ന് സുഗ്രീവൻ പറയും. അപ്പം പറയും, ദേവി ശാന്തയായിട്ട് പറയും, ഒരു കാര്യം ചെയ്യ്, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, നിൻ്റെ സ്വാമിമാർ വളരെ ശക്തന്മാരായതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ അവർക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ, നീ ഈ വിവരം ചെന്ന് പറയും. ഞാനിങ്ങനെ ശപഥം എടുത്തുപോയി, ഞാനൊന്നും ആലോചിക്കാതെ എടുത്ത ഒരു വ്രതമായത്, അതുകൊണ്ട് നീ ഇതിങ്ങനെ ചെന്ന് പറയാൻ പറയും. ഇത് കേട്ട് സുഗ്രീവൻ ശുംഭനോട് ചെന്ന് വിവരം പറയും. അപ്പം ഇത് ശുംഭന് ദേഷ്യം വന്നൊരു ശുംഭൻ തൻ്റെ ഒരു സേനാനായകനെ, ധൂമ്രലോചനൻ എന്ന സേനാനായകനെ
ദേവിയുടെ അടുത്തേക്ക് അയക്കും. ധൂമ്രലോചനൻ വരുന്നുണ്ടേ ദേവി ഇത് തന്നെ ആവർത്തിക്കും, ഇങ്ങനെ എനിക്ക് വരാൻ പറ്റത്തില്ല, എന്നെ തോൽപ്പിക്കുന്ന, എൻ്റെ ഗർവ്വം ശമിപ്പിക്കുന്ന ഒരാളിനെ മാത്രമേ എനിക്ക് വരിക്കാൻ പറ്റുള്ളൂ. ഇത് കേട്ടപ്പം ധൂമ്രലോചന ദേഷ്യം വരികയും ധൂമ്രലോചൻ പറയും, ഇത്രയ്ക്ക് അഹങ്കാരം വന്നെങ്കിൽ ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുമെന്ന് പറയും. അപ്പം ദേവി ഹൂന്നൊരു ശബ്ദം ഉണ്ടാക്കുമ്പോഴേക്ക് ഈ ധൂമ്രലോചൻ ഭസ്മമായി പോവും. അങ്ങനെ ദേവി അതിന് ശേഷം ദേവി ഈ വിവരം അറിഞ്ഞ ശുംഭനും നിശുംഭനും അവർക്ക് ദേഷ്യം വന്നിട്ട് അവർ ചണ്ടമുണ്ടന്മാരെന്ന് പറയുന്ന 2 അസുരന്മാരെ വീണ്ടും വിടും. ചണ്ടമുണ്ടന്മാർ വരുമ്പം ദേവിയുടെ നെറ്റിയിൽ ദേവി കോപം കൊണ്ട് ദേവിയുടെ നെറ്റിയിൽ നിന്ന് ഒരു ഭദ്രകാളി രൂപമെടുക്കും. ഭയങ്കര രൂപിണിയായ കാളി ചണ്ടമുണ്ടന്മാരുടെ ശിരസ് ഛേദിച്ച് അത് ദേവിയുടെ മുന്നിൽ കാഴ്ചവെക്കും. അപ്പോൾ ദേവി സന്തുഷ്ടയായിട്ട് കാളിക്ക് ചാമുണ്ട എന്നൊരു പേരും കൂടെ നൽകും. അങ്ങനെ അതിനുശേഷം ശുംഭനിശുംഭന്മാരും ഈ അനേകം കൂടി അസുരന്മാരും കൂടി ദേവിയുടെ നേർക്ക് യുദ്ധത്തിന് വീണ്ടും വരും. അപ്പോൾ ദേവി അവരോട് യുദ്ധം ചെയ്യുന്നതിനിടയിൽ ദേവി തൻ്റെ ശക്തികളായ ബ്രാഹ്മി, വൈഷ്ണവി, കൗമാരി, മഹേശ്വരി, ഐന്ദ്രി, വാരാഹി, നാരസിംഹി തുടങ്ങി പല സപ്തമാതൃക്കളെ അത് ആ ദേവന്മാരിൽ നിന്ന് വേർപെടുത്തി തൻ്റെ സഹായത്തിനായിട്ട് തൻ്റെ ശക്തിയോടുകൂടി ചേർത്ത് നിർത്തി യുദ്ധം ചെയ്യാൻ ആരംഭിക്കും. ഇതിനിടയിൽ ശരീരത്തിൽ നിന്ന് വീണ്ടും ഒരു ശിവദൂതി എന്ന് പറയുന്ന ഭയങ്കരയായ ഒരു ദേവിയും കൂടെ പ്രത്യക്ഷമാകും. ഈ 9 ശക്തികളും ചണ്ഡികാ ദേവിയും ചേർന്ന് ഈ അസുരസേനയെ നശിപ്പിക്കുന്നു. അപ്പോൾ ദേവി ഈ അസുരസേനയുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതിൽ നിന്ന് രക്തബീജൻ എന്ന് പറയുന്ന ഒരു അസുരൻ, ആ അസുരൻ്റെ നേർക്ക് ഈ ദേവിയുടെ ആയുധങ്ങൾ കൊണ്ട് പ്രഹരിക്കുമ്പോൾ രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോ തുള്ളി രക്തം വീഴുമ്പോഴും ആ രക്തം വീണ്ടും വീണ്ടും പല രക്തബീജന്മാർ ഉണ്ടാവും. അങ്ങനെ ആ രണാങ്കണം മുഴുവൻ രക്തബീജന്മാരെ കൊണ്ട് നിറയും. അപ്പോൾ ദേവി കാളിക്ക് നിർദ്ദേശം കൊടുക്കും, ഈ വീഴുന്ന രക്തം ദേവി പാനം ചെയ്തുകൊള്ളാം. അങ്ങനെ സന്തുഷ്ടയായ കാളി ഈ രക്തം പാനം ചെയ്യുകയും അങ്ങനെ രക്തബീജനെ രക്തമില്ലാതാക്കി നശിപ്പിക്കാൻ കൊന്നുകളയും. അതിനുശേഷം ദേവി ഈ നിശുംഭനെ വധിക്കുന്നു. നിശുംഭനെ ആദ്യം വധിക്കും. വധിച്ചു കഴിഞ്ഞ് പിന്നെ ശേഷിക്കുന്നത് ശുംഭനാണ്. ശുംഭൻ പറയും, നീ ഈ 9 ദേവിമാരുടെ സഹായത്തോടല്ലേ എന്നെ ആക്രമിക്കാൻ വന്നത്, മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നീ ഗർവിക്കണ്ട എന്ന് പറയുമ്പോൾ ആ ദേവിക്ക് ദേഷ്യം വന്നിട്ട് ദേവി പറയും, എന്നിൽ നിന്ന് അന്യമായിട്ട് ഈ ലോകത്ത് മറ്റൊന്നുമില്ല, ഇവരെല്ലാം എൻ്റെ വിഭൂതികളാണ്, ഇവരിൽ എന്നെ ലയിക്കുന്ന നീ അല്ലേ കണ്ടോളൂ എന്ന് പറഞ്ഞ് ഈ 9 ദേവിമാരെയും ദേവി തന്നിൽ ലയിപ്പിക്കുന്നു. ദേവിയുടെ തത്വവും മഹത്വവും മനസ്സിലാക്കാതെ ഈ ശുംഭൻ എന്ന അസുരൻ ദേവിയോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് വധിക്കപ്പെടുന്നു. അതിൽ സന്തുഷ്ടയായ ദേവന്മാർ ദേവിയെ സ്തുതിക്കുന്നു. അതാണ് നാരായണി സ്തുതി. നമുക്കതിലേക്ക് ഇടക്കാം. ഓം നമ ചണ്ഡികായേ. നാരായണീ സ്തുതി ധ്യാനം. ഓം ബാലാരവിദ്യുതിമിന്ദു കിരീടാം തുംഗകുജാം നയനത്രയുക്താം സ്മേരമുഖീം വരദാങ്കുശപാശാഭീതികരാം പ്രവജേ ഭുവനേശീം. ഓം ശ്രീരുവാചാം ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാസുരാവന്യ പുരോഗമാസ്താം കാർത്യായനീം ദുഷ്ടൂരിഷ്ടലാഭാത് വികാശി വക്രാബ്ജ വികാശിദാശാഃ. ദേവി പ്രപന്നാർത്തിഹരേ പ്രസീദ പ്രസീദ മാതർജഗതോഖിലസ്യ പ്രസീദ വിശ്വേശ്വരീ പാഹി വിശ്വം ത്വമീശ്വരീ ദേവി ചരാചരസ്യാം. ആധാരഭൂതാ ജഗദസ്ത്വമേകാ മഹീസ്വരൂപേണ യദസ്ഥിതാസി ആപാം സ്വരൂപസ്ഥിതയാ ത്വയദത് ആപ്യായതേ കൃഷ്ണമലംഘ്യ വീര്യേ. ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസി മായാ സമ്മോഹിതം ദേവി സമസ്തമേതത് ത്വം വൈ പ്രസന്നാ ഭുവി മുക്തിഹേതുഃ. വിദ്യാസമസ്താസ്തവ ദേവി ഭേദാ ശ്രിയസ്നമസമസ്താ സകലാ ജഗത്സു ത്വയ്യകയാ പൂരിതമംബയൈത
കാതേ സ്തുതി സവ്യപരാപരോക്തി സർവഭൂതായതാ ദേവി സ്വർഗമുക്തിപ്രദായിനി ത്വം സ്തുതാസ്തുതേ കാവാ ഭവന്തു പരമോക്തയഃ സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗദേ ദേവി നാരായണി നമോസ്തുതേ കലാകാഷ്ടാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരദോ ശക്തേ നാരായണി നമോസ്തുതേ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംഭക്ഷരികേ ദേവി നാരായണി നമോസ്തുതേ ത്രിശൂലചന്ദ്രാഹിധരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരീ സ്വരൂപേണ നാരായണി നമോസ്തുതേ മയൂരകുക്കുടവൃതേ മഹാശക്തിധരേ അനഘേ കൗമാരീ രൂപസംസ്ഥാനേ നാരായണി നമോസ്തുതേ ശംഖചക്രഗദാശാർംഗഗൃഹീത പരമായുധേ പ്രസീദ വൈഷ്ണവീരൂപേ നാരായണി നമോസ്തുതേ ഗൃഹീതോഗ്രമഹാചക്രേ ദംശോദ്ധൃതവസുന്ധരേ വരാഹരൂപിണീ ശിവേ നാരായണി നമോസ്തുതേ നരസിംഹരൂപേണോഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണസഹിതേ നാരായണി നമോസ്തുതേ കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃതപ്രാണഹരേ ചൈന്ദ്രീ നാരായണി നമോസ്തുതേ ശിവദൂരീ സ്വരൂപേണ ഹതദൈത്യമഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണി നമോസ്തുതേ ദംഷാകരാളവദനേ ശിരോമാലാവിഭൂഷണേ ചാമുണ്ടേ മുണ്ടമഥനേ നാരായണി നമോസ്തുതേ ലക്ഷ്മീ ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടിസ്വദേ ധ്രുവേ മഹാരാത്രീ മഹാവിദ്യേ നാരായണി നമോസ്തുതേ മേധേ സരസ്വതീവരേ ഭൂതിബാഭ്രവിസ്താമസി നിയതേ ത്വം പ്രസീദേശി നാരായണി നമോസ്തുതേ സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ ഏതത്തെ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന്ന സർവഭീതിഭ്യഃ കാർത്യായനി നമോസ്തുതേ ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേ ഭദ്രകാളി നമോസ്തുതേ ഹിനസ്തി ദൈത്യതേജാംസി സുനേനാപൂരയാ ജഗത് സഹ ഖണ്ഡാ പാതുനോ ദേവി പാപേഭ്യോ ന സുദാനിവാം അസുരാസൃഗ്വാസപങ്കചർച്ചിതസ്തേ കരോജ്വലഃ ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാം നദാ വയം രോഗാനശേഷാനപഹംസി തുഷ്ടാ രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹി ആശ്രയതാം പ്രയാന്തി ഏതത്കൃതം യത്കഥനം ത്വയാദ്യ ധർമ്മദ്യുഷാം ദേവി മഹാസുരാണാം രൂപൈരനേകൈർബഹുധാത്മവൃത്മൂർത്തിം കൃത്വാംബികേ തത്പ്രകരോധികാന്യാം വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേഷ്വാദ്യേഷു വാക്യേഷു ച കാത്വധന്യാ മമ ത്വഗത്തെ അതിമഹാന്ധകാരേ വിഭ്രാമയേത്തേതീവ വിശ്വം രക്ഷാംസി യത്രോഗ്രവിഷാശനാഗാഃ യാത്രാരയോദസ്യു ബലാനി യത്ര ദാവാനലോ യത്ര തദാബ്ധി മധ്യേ തത്ര സ്ഥിതാ ത്വം പരിഭാസി വിശ്വം വിശ്വേശ്വരീ ത്വം പരിഭാസി വിശ്വം വിശ്വാത്മികാധാരയസീതി വിശ്വം വിശ്വേശവന്ദ്യാ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്രാഃ ദേവി പ്രസീദ പരിപാലയ നോരിഭീതേ നിത്യം യഥാസുരവധാധുനൈവ സദ്യഃ പാപാനി സർവജഗതാം പ്രശമം നയാശു
उत्पादपादक जनितांशमाहोपसर्गान् प्रणदानां प्रसीदत्वं देवि विश्वार्तिहारिणी त्रैलोक्यवासिनामीढे लोकानां वरदा भवाम्। देवी उवाच वरदाहं सुरगणाः वरं यं मनस्सेच्छता तं वृणुध्वं प्रयच्छामि जगदामुपकारकम्। देवा ऊजुः सर्वबाधाप्रशमनं त्रैलोक्यास्याखिलेश्वरी एवमेव त्वया कार्यम् अस्मद्वैरिविनाशनम्। देवी उवाच वैवस्वते अन्तरे प्राप्ते अष्टाविंशतिमे युगे शुम्भो निशुम्भचैवान्यो उत्पत्स्येति महासुरौ। नन्दगोपगृहे जाता यशोदा गर्भसम्भवा ततस्तु नाशयिष्यामि विन्ध्याचलनिवासिनी। पुनरप्यतिरौद्रेण रूपेण पृथ्वीतले अवतीर्य हनिष्यामि वैप्रचित्तांशदानवान् भक्षयन्त्याशतानुग्रान् वैप्रचित्तान् महासुरान् रिक्तादन्ता भविष्यन्ति दाडिमी कुसुमोपमा। ततो मां देवता स्वर्गे मर्त्यलोके च मानवा सुवन्दो व्याहरिष्यन्ति सततं रिक्तदन्तिकाम् भूयच्च शतवार्षिक्याम् अनावृष्ट्यामनम्बसि मुनिभिः संस्तुता भूमौ सम्भविष्याम्ययोनिजाम्। ततश्चतेन नेत्राणां निरीक्षिष्यामि यन्मुनीन् कीर्तयिष्यन्ति मनुजाः शताक्षीमीति मां ततः। ततोऽहमखिलं लोकम् आत्मदेहसमुद्भवैः भरिष्यामि सुराशाकैः आवृष्टे प्राणतारकैः शाकम्भरीति विख्यातिं तदा यास्याम्यहं भुवि तत्रैव च वदिष्यामि दुर्गमाख्यं महासुरं। दुर्गादेवीति विख्यातं तन्मे नाम भविष्यति पुनश्चाहं यदा भीमं रूपं कृत्वा हिमाचले रक्षांसि भक्षयिष्यामि मुनीनां त्राणकारणात् तदा मां मुनयः सर्वे सोष्यन्त्या नम्रमूर्तयः। भीमादेवीति विख्यातं तन्मे नाम भविष्यति यदारुणाख्यस्त्रैलोक्ये महाबाधां करिष्यति तदाहं भ्रामरं रूपं कृत्वा सङ्ख्ये षट्पदं त्रैलोक्यस्य हितार्थाय वदिष्यामि महासुरं। भ्रामरीति च मां लोकाः तदा शोष्यन्ति सर्वदा इत्थं यदा यदा बाधा दानवोथा भविष्यति तदा तदावधीर्याहं करिष्यामि हरिसंशयम्। ओम इति श्रीमार्कण्डेयपुराणे सावर्णिके मन्वन्तरे देवी माहात्म्ये नारायणी स्तुतिर्नाम एकादशोऽध्यायः। आर्तदर्शनस्तुति। माधर्मे मधुकैडवाग्निमहिष प्राणापहारोद्यमे हेला निर्मदधूम्रलोचनवदे हे चण्डमुण्डाभिनी निःशेषीकृतरक्तबीजधनुजे नित्ये निशुम्भाबहे शुम्भं ध्वंसिनि संहराशु तुरिदं दुर्गे नमस्तम्बिके नित्ये नमस्तम्बिके। क्षमा प्रार्थना। अपराधसहस्राणि क्रियन्ते अहर्निशं मया दासोऽयम् इति मां मत्वा क्षमस्व परमेश्वरी। आवाहनं न जानामि विसर्जनं पूजां चैव न जानामि क्षम्यतां परमेश्वरी। मन्त्रहीनं क्रियाहीनं भक्तिहीनं सुरेश्वरी यत्पूजितं मया देवी परिपूर्णं तदस्तु मे। अपराधशतं कृत्वा जगदम्बेति चोच्चरे या गतिं समवाप्नोति
നതാം ബ്രഹ്മാദയാസുരാः സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വം ജഗദംബികേ ഇദാനീമനുകമ്പ്യോഹം യഥേച്ഛസി തഥാ ഗുരു അജ്ഞാനവിസ്മൃതിർഭ്രാന്ത്യ അന്യൂനമധികം കൃതം തത്സർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി കാമേശ്വരി ജഗന്മാത സച്ചിദാനന്ദ വിഗ്രഹേ ഗൃഹാണാർച്ചാമി മാം പ്രീത്യ പ്രസീദ പരമേശ്വരി ഗുഹ്യാദിഗുഹ്യഗോപ്ത്രീത്വം ഗൃഹാണാസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വത്പ്രസാദാത് സുരേശ്വരി. ഓം ശ്രീ ദുർഗാർപ്പണമസ്തു. ഓം നമഃ ചണ്ഡിയായേ. ഹരി ഓം.